ഹായ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. എന്താണ് ഈ പീരിയോഡിക് ടേബിൾ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പീരിയോഡിക് ടേബിൾ. അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്തെന്ന് അറിയുന്നതിന് മുന്നേ ഇപ്പം നമ്മളൊരു പ്രത്യേക ബുക്ക് ആവശ്യപ്പെട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലൈബ്രറിയിൽ പോവുകയാണ്. അപ്പം നമ്മൾ അവിടുത്തെ ലൈബ്രറിയനോട് ചോദിക്കുകയാണ്, നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഒരു പ്രത്യേക മേഖലയെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം വേണം. അപ്പോൾ ലൈബ്രറിയൻ പെട്ടെന്ന് തന്നെ ഒരു ഷെൽഫിൽ പോയി പെട്ടെന്ന് തന്നെ നമ്മൾ ആവശ്യപ്പെട്ട പുസ്തകം എടുത്തു തരികയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര പെട്ടെന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് തരാൻ കഴിഞ്ഞത്? അവിടെ ബുക്കുകൾ ഒരു പ്രത്യേക ക്രമീകരണമാണ് നൽകിയിട്ടുള്ളത് അല്ലേ ബുക്കുകൾക്ക്. ഇതുപോലെ നമ്മുടെ പ്രകൃതിയിൽ ഇന്ന് കണ്ടെത്തിയിട്ടുള്ള 118ഓളം മൂലകങ്ങളെ അവയുടെ സ്വഭാവത്തിനനുസരിച്ച് ഒരു പ്രത്യേക ഗ്രൂപ്പുകളിലാക്കി പ്രത്യേക ക്രമീകരണം നൽകിയിട്ടുള്ള ഒരു ടേബിളാണ് പീരിയോഡിക് ടേബിൾ. അപ്പൊ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ കണ്ടെത്തിയിട്ടുള്ള മൂലകങ്ങളെ അവയുടെ സ്വഭാവത്തിനനുസരിച്ച് ക്രമീകരിച്ചിട്ടുള്ള ഒരു പട്ടികയാണ് പീരിയോഡിക് ടേബിൾ. നമ്മൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ ഒരു ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായ മോഡലുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോർ മോഡലുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ബോർ മോഡൽ പ്രകാരം ആറ്റത്തിൻ്റെ കേന്ദ്രത്തിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഒരു നിശ്ചിത പാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റത്തിന്റെ ഘടനയിലേക്ക് നമ്മൾ കൂടുതൽ ചെന്നിറങ്ങുകയാണ്. ബിഫോർ ദാറ്റ് നിങ്ങൾ സോഡിയം എന്ന എലമെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. അറ്റോമിക് നമ്പർ 11 ഈ സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാം? 2, 8, 1. യാതൊരു പ്രയാസവും ഇല്ലല്ലോ. നമുക്ക് നിഷ്പ്രയാസം എഴുതാൻ കഴിയുന്ന ഒരു ഇലക്ട്രോൺ വിന്യാസമാണ് നമ്മുടെ സോഡിയത്തിൻ്റെത്. ഇനി ആർഗൺ എന്ന ഒരു എലമെന്റ്. ആർഗൺ എന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 18. ഈ 18 അറ്റോമിക് നമ്പറായ ആർഗണിന്റെ ഇലക്ട്രോൺ വിന്യാസവും നമുക്ക് എങ്ങനെ എഴുതാം? 2, 8, 8. നെക്സ്റ്റ് പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 19. സോ 2, 8, 8, 1. ആക്ച്വലി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് 4 ഷെല്ലുകളെ കുറിച്ച്. KLMN. നമുക്കറിയാം 4 ഷെല്ലുകൾ KLMN. ഈ K ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. L ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. M ഷെല്ലിലോ 18. Nൽ 32. ഇപ്പം മൂന്നാമത്തെ ഷെല്ലായ M ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 18. പക്ഷെ നമ്മളിവിടെ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയ സമയത്ത് 2, 8 നമുക്ക് എന്തുകൊണ്ട് അവിടെ 18 എന്ന് എഴുതിക്കൂടാ? അതിലെ മാക്സിമം 18 വരെ ഉൾക്കൊള്ളാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് 2, 8, 8, 1 നമ്മൾ M ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് നിറക്കാതെ ബാക്കി നമ്മൾ നിറച്ചിട്ടുള്ളത് N ഷെല്ലിലാണ്. ഇതിന് റീസൺ എന്തായിരിക്കും? അപ്പം ഇതിനെക്കുറിച്ച് വീണ്ടും പഠനങ്ങൾ നടത്തി കണ്ടെത്തിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് നിശ്ചിത ഷെല്ലുകളിലാണ്.
പക്ഷെ പഠനങ്ങൾ വീണ്ടും തെളിയിച്ചു തന്നിട്ടുള്ളത് ആറ്റത്തിലെ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഷെല്ലുകൾക്കുള്ളിലെ ഉപ ഊർജ നിലകളിലാണ്. ആ ഉപ ഊർജ നിലകളെ നമ്മൾ പറയുന്ന പേരാണ് സബ്ഷെൽ. സബ്ഷെൽ. അപ്പൊ ആറ്റത്തിലെ ഉപ ഊർജ നിലകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സബ്ഷെൽ. അപ്പൊ ആക്ച്വലി ഇലക്ട്രോണുകൾ ഫിൽ ചെയ്യപ്പെടുന്നത് ഷെല്ലുകൾക്കുള്ളിലെ സബ്ഷെല്ലുകളിലാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് 4 സബ്ഷെല്ലുകളാണ്. എസ്, പി, ഡി, എഫ്. എസ്, പി, ഡി, എഫ് ഇതാണ് ആ 4 സബ്ഷെല്ലുകൾ. അപ്പൊ ആക്ച്വലി ആറ്റത്തിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് ഈ 4 സബ്ഷെല്ലുകൾക്കുള്ളിലാണ്. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമുക്ക് അറിയപ്പെടുന്ന ഷെല്ലുകളാണ് കെ, എൽ, എം, എൻ. ഇനി ഷെല്ലിന്റെ സ്ഥാനവും കൂടെ നമുക്ക് പറയാം. കെ ഒന്നാമത്തെ ഷെല്ലാണല്ലോ, എൽ 2, എം 3, എൻ 4. ഇനി നമുക്കറിയേണ്ടത് ഈ ഓരോ ഷെല്ലിലും ഏതൊക്കെ സബ് ഷെല്ലുകൾ ഉണ്ട്. ഷെല്ലുകൾ അറിയാം, ഷെല്ലുകളുടെ സ്ഥാനവും നമുക്കറിയാം. ഇനി ഓരോ ഷെല്ലിലും കാണപ്പെടുന്ന സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഒരാറ്റത്തിനുള്ളിലെ 4 ഷെല്ലുകളെ കുറിച്ച് നമുക്കറിയാം. കെ, എൽ, എം, എൻ. 4 ഷെല്ലുകളുടെ സ്ഥാനവും നമുക്കറിയാം. 1, 2, 3, 4. ഇനി ഈ ഷെല്ലുകളിൽ കാണപ്പെടുന്ന സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? ഇത് കണ്ടെത്താൻ വളരെ സിമ്പിൾ ആണ്. ഷെല്ലുകളുടെ സ്ഥാനസംഖ്യ നോക്കിയാൽ മതി. ഇവിടെ കെയുടെ സ്ഥാനം 1 ആണ്. അപ്പോൾ അതിൽ എത്ര സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും? യെസ്, ഒരു സബ് ഷെൽ മാത്രം. ആ ഒന്നാമത്തെ സബ് ഷെല്ലാണ് എസ്. ഇനി രണ്ടാമത്തെ ഷെൽ ഏതാണ്? എൽ. എല്ലിൽ 2 സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. അതായത് എസ്, രണ്ടാമത്തെ ഏതാണ്? പി. ഇപ്പോൾ ഒന്നാമത്തെ കെയിൽ എസും രണ്ടാമത്തത് എസ് പി. ഇനി നിങ്ങൾക്ക് തന്നെ പറയാലോ, മൂന്നാമത്തെ എം ഷെല്ലിൽ ഏതൊക്കെ സബ് ഷെൽ ഉണ്ടായിരിക്കും? എസ്, പി, ഡി. നാലാമത്തെ എൻ ഷെല്ലിൽ എസ്, പി, ഡി, എഫ്. എസ്, പി, ഡി, എഫ്. വളരെ സിമ്പിൾ ആണല്ലോ. കെ ഷെല്ലിൽ എസ്, എല്ലിൽ എസ്, പി, എമ്മിൽ എസ്, പി, ഡി, എന്നിൽ എസ്, പി, ഡി, എഫ്. അപ്പോൾ ഈ 4 ഷെല്ലുകളിലെ സബ് ഷെല്ലുകൾ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. 4ലും കോമൺ ആയിട്ട് ആരുണ്ട്? എസ് എന്ന സബ് ഷെല്ലുണ്ട്. 4ലും കോമൺ ആയിട്ട് എസ് എന്ന സബ് ഷെല്ലുണ്ട്. കൂടാതെ 2ലും 3ലും 4ലും ടിയും, പിന്നെ അതേപോലെ 3ലും 4ലും ഡിയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ മൂന്നാമത്തെ എസ് എടുക്കുകയാണ്. മൂന്നാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലായ എസ് എടുക്കുകയാണ്. ഇപ്പൊ ഇങ്ങനൊരു എസ് പറയുന്ന സമയത്ത് ഞാൻ ഈ ഒരു എസ് താഴേക്ക് എടുത്തെഴുതാണ്. താഴേക്ക് എടുത്തെഴുതി. ഇത് ഞാൻ എഴുതുന്നത് മൂന്നാമത്തെ ഷെല്ലിലെ എസ് എന്ന സബ് ഷെല്ലാണ്. ഓക്കെ, പെട്ടെന്നൊരാൾ വരികയാണ്, പുറത്തുനിന്ന് വരികയാണ്. ഞാൻ മൂന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണ് എഴുതിയിട്ടുള്ളത്. ആ ആൾക്ക് ഈ എസ് എന്ന സബ് ഷെൽ കാണുമ്പോൾ എന്താ മനസ്സിലാവുക? ഇത് ഏത് ഷെല്ലിലേതാണെന്ന് തിരിച്ചറിയാൻ കഴിയുമോ? 1ലേതാണോ, 2ലേതാണോ, 3ലേതാണോ, 4ലേതാണോ? ഇല്ല, നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഈ എസ് സബ് ഷെല്ല് ഏതാണെന്ന് കൂടെ വ്യക്തമാക്കി കൊടുക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതിന് തൊട്ട് മുന്നിൽ അതിൻ്റെ നമ്പറും കൂടെ ഇട്ട് കൊടുക്കുക. മൂന്നാമത്തെ ഷെല്ലിലെ എസ് എന്ന സബ് ഷെൽ. അതുപോലെ നമുക്ക് 1, 2, 3 നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് എഴുതാൻ കഴിയുന്നത് ഒന്നാമത്തെ ഷെല്ലിലെ എസ് ആണെങ്കിൽ 1s. രണ്ടാമത്തേതിലെ എസ് 2s,
പിന്നെ അതിൽ ഏതൊക്കെയുണ്ട്? ഒരു പി കൂടെ ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് 2p. ഇനി 3 3s 3p പിന്നെ ഒരാൾ കൂടെ ഉണ്ട് 3d. അതുപോലെ 4-മത്തേതിൽ 4s 4p 4d ആൻഡ് 4f. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ഇത് ഏത് ഇപ്പം പെട്ടെന്ന് ഇതിൽ നിന്നൊരു 3p എടുത്താൽ അത് ഏത് ഷെല്ലിലേതാണ്? 3-മത്തെ ഷെല്ലിലെ പി എന്ന സബ് ഷെല്ലാണ്. തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അല്ലേ? അപ്പം ഇങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് അവയുടെ സ്ഥാനവും കൂടെ, ഷെല്ലിൻ്റെ സ്ഥാനവും കൂടെ നമ്മൾ തൊട്ട് മുന്നിൽ എഴുതുന്ന സമയത്ത് അത് ഏത് ഷെല്ലിലെ സബ് ഷെല്ലാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇനി നമുക്ക് ഈ സബ് ഷെൽ ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോവുകയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടാസ്യത്തിൻ്റെ കാര്യം അവിടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയ ചെറിയ എലമെൻറ്റിൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്കിതിലിനി ഇലക്ട്രോൺ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുമ്പോൾ ഈ SPDF ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നു? അപ്പം നമ്മൾ പറയുന്നത് ആദ്യം ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? യെസ് 1. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1. അപ്പം നമുക്ക് എഴുതി നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ആദ്യം ഏതാണ്? സബ് ഷെൽ ഇലക്ട്രോണിൽ നമ്മൾ ഈ എഴുതുന്ന സമയത്ത് ആദ്യം ഏതാ വരുന്നത്? 1s. അപ്പം നമ്മൾ അത് അതേപോലെ എഴുതി 1s. ഇനി ഇലക്ട്രോണുകൾ കൊടുക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്കറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 4 സബ് ഷെല്ലുകളാണ് S, P, D, F. ഈ ഷെല്ലുകളിൽ സബ് ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളും നമുക്കറിയണ്ടേ? എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 2. എസിൽ മാക്സിമം എത്രയേ കൊള്ളുള്ളൂ? 2 ഇലക്ട്രോൺസ് മാത്രമേ കൊള്ളുന്നുള്ളൂ. പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഓക്കെ, 2, 6, 10, 14 ഇതാണ് നമ്മുടെ സബ് ഷെല്ലായ SPDF ൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് ഇനി മൂലകങ്ങളുടെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? അപ്പോൾ നമ്മൾ പറഞ്ഞ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ് അല്ലേ? അപ്പോൾ 1s നമ്മൾ എഴുതി. ഇനി എസിൽ എത്ര ഉൾക്കൊള്ളും? 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളും. ഇനി നമ്മൾ ഇവിടെ ഇലക്ട്രോണുകൾ എഴുതുന്നത് ഈ സബ് ഷെല്ലുകളുടെ തൊട്ടുമുകളിലായിട്ടാണ്. അപ്പം മാക്സിമം എസിൽ എത്ര ഉൾക്കൊള്ളാം? 2 വരെ ഉൾക്കൊള്ളാം. പക്ഷെ ഹൈഡ്രജന്റെ കേസ് നോക്കുമ്പോൾ ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ മാത്രമുള്ള അറ്റോമിക് നമ്പർ 1 അല്ലേ? അപ്പം ഇവിടെ തൊട്ടുമുകളിൽ 1. അപ്പം നമുക്ക് ഇത് വായിക്കുന്നത് 1s1 ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. 1s1. ഇനി ഇതുപോലെ മറ്റുള്ള മൂലകങ്ങളുടേതും നോക്കാം. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 എഴുതി നോക്കാം. 1s. എസിൽ എത്ര ഉൾക്കൊള്ളും? 2 ഇലക്ട്രോൺ. ഇനിയുണ്ടോ? എഴുതാനുണ്ടോ? ഇല്ല. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണവും 2 ആണ്. അപ്പോൾ 1s2 റീഡ് ചെയ്യുന്നത് നോക്കൂ. 1s2. ഇനി അടുത്തത് ലിഥിയം അറ്റോമിക് നമ്പർ എത്രയാ? 3. ലിഥിയം അറ്റോമിക് നമ്പർ 3 എഴുതി നോക്കാം. 1s. എസിൽ എത്ര ഉൾക്കൊള്ളും? 2 ഇലക്ട്രോൺ. കഴിഞ്ഞോ നമ്മുടേത്? ഇല്ല. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. നമ്മളിവിടെ എസിൽ 2 എണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എത്രയുണ്ട്? 1 ഇലക്ട്രോൺ അവിടെ ബാക്കിയുണ്ട്. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് തൊട്ടടുത്ത സബ് ഷെൽ ഏതാണ്? 1s കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2s. അപ്പോൾ നമ്മളിവിടെ ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് 1s 2s. എസിൽ മാക്സിമം 2 വരെ ഉൾക്കൊള്ളാം രണ്ടാമത്തെ സബ് ഷെല്ലിലും. പക്ഷെ നമുക്കിവിടെ എത്ര ബാക്കിയുള്ളൂ? 2 എണ്ണം ഇവിടെ ഓൾറെഡി 1s കൊടുത്തു കഴിഞ്ഞു. ഇനി 1
1 ഇലക്ട്രോൺ റിമൈനിങ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ തൊട്ടടുത്ത രണ്ടാമത്തെ എസ് സബ്ഷെല്ലിൽ കൊടുത്തു. അപ്പൊ നമുക്ക് എഴുതാം 1s2 2s1. നമുക്ക് ഇങ്ങനെ റീഡ് ചെയ്യാം. ഇനി ബോറോൺ. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 അല്ലേ? സോ 1s2 2s2 കഴിഞ്ഞല്ലോ, 4 ആയിട്ടുള്ളൂ. പക്ഷേ ഒരു ഇലക്ട്രോൺ കൂടെ കൊടുക്കാനുണ്ട്. തൊട്ടടുത്ത് സബ്ഷെൽ 2p, 1s 2s 2p. അപ്പോ 1sൽ 2 ഇലക്ട്രോൺ കൊടുത്തു, 2sൽ 2 ഇലക്ട്രോൺ കൊടുത്തു, 2pയിൽ 1 ഇലക്ട്രോൺ. 2 2 4 4 1 5. ഇപ്പോൾ ബോറോണിന്റെ കേസിലും അതൊരു കുഴപ്പമില്ലാതെ നമ്മൾ ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്തി. ഇനി അടുത്ത് നമ്മൾ എഴുതുന്നതിന് മുന്നേ ഒരു ചെറിയ ഗ്രാഫ് നോക്കാം. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ഷെല്ലുകളാണ്. 4 ഷെല്ലുകൾ കെ എൽ എം എൻ, ഇങ്ങനെ 4 ഷെല്ലുകളാണ് എക്സ് ആക്സിസിൽ നമ്മൾ കൊടുക്കുന്നത്. വൈ ആക്സിസ് നമ്മളിൽ എനർജിയാണ് കൊടുക്കുന്നത്. വൈ ആക്സിസിൽ എനർജി. ഓക്കെ, ഇനി ഒന്നാമത്തെ കെയിൽ എത്ര സബ്ഷെൽ ഉണ്ട്? ഒറ്റൊന്ന് മാത്രം, 1s അല്ലേ? എല്ലിലോ 2s 2p. മൂന്നാമത്തെ എമ്മിൽ 3s 3p 3d. ഇനി നാലാമത്തെ ഷെല്ലായിട്ടുള്ള എന്നിൽ 4s 4p 4d 4f. 4s 4p പിന്നെ അങ്ങനെ മേലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഗ്രാഫ് നോക്കുന്ന സമയത്ത് ഇവിടെ എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് നമ്മൾ സാധാരണ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ 1sനേക്കാളും ഊർജം കൂടുതലാണ് 2sന്, 2sനേക്കാളും ഊർജം കൂടുതലാണ് 2pക്ക്, 2pയേക്കാൾ കൂടുതലാണ് 3sന്, 3sനേക്കാളും കൂടുതലാണ് 3pക്ക്. പക്ഷേ 3pയേക്കാൾ ഊർജം കുറവാണ് ആർക്ക്? 4sന്. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് നമ്മൾ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എഴുതി നോക്കുമ്പോൾ ആദ്യം 1s, then 2s 2p 3s 3p 3p പിന്നെ നമുക്ക് 3d എഴുതി കഴിഞ്ഞ് നമ്മൾ 4s ഇങ്ങനെ എഴുതുന്നു വിചാരിക്കുക, 3d then 4s. പക്ഷേ 3dയേക്കാൾ ഊർജം കുറവാണ് ആർക്ക്? 4sന്. 3dയേക്കാൾ ഊർജം കുറവാണ് 4sന്. അപ്പോൾ 4s എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ 3dയേക്കാൾ ഊർജം കുറവാണ് 4sന്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നത് ഏതാണ്? 4s then 3d then 4p. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പോൾ ഇനി നമ്മുടെ മനസ്സിലേക്ക് ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ഒരു ഓർഡറാണ്. 1s 2s 2p 3s 3p 4s 3d and 4p. ഇങ്ങനെയുള്ള ഒരു ഓർഡറാണ് നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ സോഡിയം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 11. നമുക്ക് എഴുതിക്കൂടെ? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതാലോ. 1s2 2s2 2p 6. കംപ്ലീറ്റ് ആയോ?
6 2 8 8 2 10 ഒന്നിന്റെ കുറവുണ്ട് അല്ലേ. 2p കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാണ്? 3s 1. അപ്പോൾ 1s2 2s2 2p6 ആൻഡ് 3s1. മഗ്നീഷ്യം മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12. ഓക്കെ, മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 എഴുതി നോക്കാം. 1s2 2s2 2p6 ആൻഡ് 3s2. കംപ്ലീറ്റ് ആയോ? 6 4 10 10 2 12. ഇനി ആർഗണിന്റെ ഇലക്ട്രോൺ വിന്യാസവും നോക്കാം. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18. ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് 1s2 2s2 2p6 3s2. ഇതുവരെ എത്രയായി? 12 ആയി അല്ലേ. ഇനി 3p 6 കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ ആർഗണിൻ്റെത് 3p6 ലാസ്റ്റ് വന്നു. ഇനി തൊട്ടടുത്ത 19ാമത്തെ അറ്റോമിക് നമ്പർ 19 ആയിട്ടുള്ള പൊട്ടാസ്യത്തിന്റെ കേസിലേക്ക് നോക്കാം. അറ്റോമിക് നമ്പർ 19. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് 1s2 2s2 2p6 3s2 3p6. മാക്സിമം പിയില് 6 ഉൾക്കൊള്ളൂ അല്ലേ. ഇനി തൊട്ടടുത്തത് 3p കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഓർഡർ നോക്കുക. യെസ്, 4s. 3p കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എഴുതേണ്ടത് 4s. എസിൽ മാക്സിമം എത്ര ഉൾക്കൊള്ളും? 2 ഇലക്ട്രോൺ. ഇവിടെ നമുക്ക് എത്ര ഇനി ബാക്കിയുള്ളൂ? 6 4 10 16 18. ഒരു ഇലക്ട്രോണിന്റെ കുറവേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇലക്ട്രോൺ നമ്മൾ ഇവിടെ ഈ എസിൽ ഫിൽ ചെയ്യുന്നു. ഇപ്പൊ ടോട്ടൽ എത്രയായി? 19. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഇപ്പൊ നമ്മളെ ഒന്നാം ഷെല്ലുകൾ വൈസ് നോക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കെ ഷെല്ലാണ് ഇത് എൽ, ഇത് എം, ഇത് എൻ. ഒന്നാമത്തെ കെ ഷെല്ലിൽ മാക്സിമം ഇവിടെ എത്ര ഇലക്ട്രോൺ വന്നു? 2. രണ്ടാമത്തേതിലോ 6ഉം 2ഉം 8. മൂന്നാമത്തേതിലോ 6ഉം 2ഉം 8. നാലാമത്തേതിലോ 1. ഇത് കൊണ്ടാണ് നമ്മൾ നേരത്തെ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയ സമയത്ത് 2 8 8 1 എന്ന് എഴുതിയത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എമ്മിൽ മാക്സിമം 18 വരെ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ നമ്മൾ എഴുതിയത് 2 8 8 1 2 8 8 1 എന്ന രീതിയിലാണ്. അതിന് റീസൺ ആണ് ഇപ്പൊ പറഞ്ഞത്. ഫോറസിന് എനർജി എന്താണ്? കുറവാണ്. 3Dയേക്കാൾ എനർജി കുറവാണ് ഫോറസിന്. ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മളിവിടെ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് നമ്മൾ 2 8 8 1 എന്ന് എഴുതിയത്. അപ്പൊ ഇതാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി. ഇനി ഇപ്പൊ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി നമ്മൾ പറഞ്ഞു 1s2 2s2 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് 19ാമത്തെ അറ്റോമിക് നമ്പർ 19 ആയ പൊട്ടാസ്യത്തിന്റെ കേസിലാണ്. ഇനി 20 20 ഇങ്ങനെ 118 വരെ നമ്മൾ കണ്ടെത്തി. ഏകദേശം ഇങ്ങനെ അറ്റോമിക് നമ്പർ കൂടി വരുന്ന മൂലകങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പൊ അറ്റോമിക് നമ്പർ കൂടിയ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലെങ്തി ആയി പോകും അല്ലേ. അപ്പൊ എത്ര കുറെ എഴുതേണ്ടി വരും നമ്മള്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് കുറക്കുന്നതിന് വേണ്ടി നമ്മൾ മറ്റൊരു രീതി കൂടെ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഇനി പറയുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഉത്കൃഷ്ട മൂലകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബൈ യൂസിങ് നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസിനെ നമ്മൾ ഉപയോഗിച്ച് എങ്ങനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം? അപ്പൊ നമുക്ക് അറിയാവുന്ന
നമ്മുടെ നോബിൾ ഗ്യാസസ് ഉത്കൃഷ്ട മൂലകങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗൺ. ഈ ഓർഡർ നോക്കണം കേട്ടോ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. ഇതുവരെയൊക്കെ മതി, ഇത്രയൊക്കെ നമുക്ക് എഴുതാനുണ്ടാവുള്ളൂ. ഇനി ഇവരുടെ അറ്റോമിക് നമ്പർ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2, നിയോൺ 10, ആർഗൺ 18 ആൻഡ് ക്രിപ്റ്റോൺ 36. ഓക്കെ, അപ്പോൾ ഈ ഉത്കൃഷ്ട മൂലകങ്ങളുടെ ഈ നോബിൾ ഗ്യാസസിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്, ആദ്യം നമുക്ക് സോഡിയം എന്ന എലമെന്റിനെ എടുക്കാം. സോഡിയം അറ്റോമിക് നമ്പർ എത്രയാ? യെസ്, 11. അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ്. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയത് 1s2, 2s2, 2p6 ആൻഡ് 3s1. ഇങ്ങനെയാണല്ലോ നേരത്തെ എഴുതിയത്. ഇപ്പോൾ നമുക്കൊരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മൂലകം കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ അതിനെ മറ്റൊരു രീതി വെച്ച്, ഉത്കൃഷ്ട മൂലകങ്ങൾ വെച്ച് നമ്മൾ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ അറ്റോമിക് നമ്പർ ആണ്. ഇവിടെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ നോബിൾ ഗ്യാസസിൽ 11ന് തൊട്ട് താഴെ വരുന്ന മൂലകങ്ങളുടെ അറ്റോമിക് നമ്പർ, നേരെ തൊട്ട് താഴെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 11ന് തൊട്ട് താഴെ വരുന്ന അറ്റോമിക് നമ്പർ ആർക്കാണുള്ളത്? യെസ്, നിയോൺ. അറ്റോമിക് നമ്പർ എത്രയാ? 10. ഇപ്പൊ നിയോൺ എന്ന എലമെന്റിനാണ്, നിയോൺ എന്ന മൂലകത്തിനാണ് ഇവിടെ സോഡിയത്തിന് തൊട്ട് താഴെ അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് നിയോൺ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഉത്കൃഷ്ട മൂലകത്തെ നമ്മൾ ആദ്യം എഴുതുന്നു. നിയോൺ. നിയോണിന്റെ അറ്റോമിക് നമ്പർ എത്രയാ നമ്മൾ പറഞ്ഞത്? 10. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നിയോൺ എഴുതി, അതിന് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. ഇപ്പൊ നിയോൺ വരെ എത്ര പോയി എന്നറിയണം അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് കൂടെ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2. നെക്സ്റ്റ് നിയോണിൻ്റെത് 1s2, 2s2, 2p6. ആർഗണിൻ്റെത് 1s2, 2s2, 2p6 ആൻഡ് 3s2, 3p6. ഇത്ര മതി, ഇത്ര നമുക്ക് എഴുതാനുണ്ടാവുള്ളൂ. അപ്പൊ ഇനി നോക്കുക. അപ്പൊ നിയോൺ വരെ 1s2, 2s2, 2p6 കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത്, തൊട്ടടുത്ത സബ്ഷെൽ ഏതാണ് വരുന്നത് നോക്കാം. അപ്പൊ 2p കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്കറിയാം ഏതാണ്? യെസ്, 3s അല്ലേ? 3sൽ എത്ര? ഇനി 2p വരെ 10 പോയി, ബാക്കി നമ്മുടെ സോഡിയത്തിന് 11 ഒരു ഇലക്ട്രോൺ അവിടെ ബാലൻസ് ഉണ്ട്. അപ്പൊ ആ റിമൈനിങ് ആയിട്ടുള്ള ആ ഒരു ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്തു? 3sന്റെ നേരെ, എസിന്റെ നേരെ മുകളിൽ എഴുതി. അപ്പൊ നിയോൺ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു, 3s1. മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? യെസ്, 12. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മഗ്നീഷ്യം എന്ന 12 എന്ന അറ്റോമിക് നമ്പറിന്റെ തൊട്ട് താഴെ വരുന്ന നോബിൾ ഗ്യാസ് ഏതാണ്? യെസ്, 12ന് തൊട്ട് താഴെ ഇവിടെ 10 ആർക്കാണ്? നിയോണിന് തന്നെ അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ നിയോൺ വരെ, അപ്പൊ ഏത് വരെ പോയി? നിയോൺ വരെ 10 ആയില്ലേ? അപ്പൊ നമ്മൾ നിയോണിന്റെ എഴുതിയിട്ടുണ്ട്. 1s2, 2s2, 2p6 കഴിഞ്ഞു. അപ്പൊ നിയോൺ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ എഴുതേണ്ടത് 3s. എസില് നമ്മള് 10 കഴിഞ്ഞു, ബാക്കി എത്ര ഉണ്ട്? 2 ഇലക്ട്രോൺ. അത് നമ്മൾ എസിന്റെ മുകളിൽ എഴുതി. ഇപ്പൊ നിയോൺ 3s2. ഇപ്പൊ നമ്മൾ നിയോണിനെ വെച്ച് നമ്മൾ വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കുകയാണ്. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? യെസ്, 20. ഇപ്പൊ 20ക്ക് തൊട്ട് താഴെ, 20 എന്ന അറ്റോമിക് നമ്പറിന്റെ തൊട്ട് താഴെ, നേരെ താഴെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ 20 എന്ന അറ്റോമിക് നമ്പറിന്റെ തൊട്ട് താഴെ ഇവിടെ വരുന്ന നോബിൾ ഗ്യാസ് ആർക്കാണ്? യെസ്, ആർഗൺ.
ആർഗണിന് 18 വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നത് ആർഗൺ. ആർഗൺ. ഇനി എന്താ ചെയ്യേണ്ടത്? യെസ്, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ആർഗൺ വരെ എത്ര പോയി? 18 ആയി കഴിഞ്ഞു. ഇനി ഒരു 2ന്റെ കൂടെ ബാലൻസ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആർഗണിൻ്റെത് 1s2, 2s2, 2p6, 3s2 ആൻഡ് 3p6. ഓക്കെ, അപ്പൊ 1s2, 2s2, 2p6, 3s2, 3p6 വരെ കഴിഞ്ഞ ഇനി അടുത്തത് ഏതാണ്? നമ്മൾ പറഞ്ഞു 3d ആണോ? അല്ല. 3p കഴിഞ്ഞ അടുത്ത ഏതാണ്? യെസ്, 4s ആണ്. അപ്പൊ ബാക്കിയുള്ള എത്ര? 2 ഈ 4sന് കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഒന്ന് എഴുതി നോക്കാം. 1s2, 2s2 നമ്മൾ ഇവിടെ തന്നെ നോക്കിയാൽ മതി. 1s2, 2s2, 2p6, 3s2, 3p6. പിന്നെ അടുത്തത് ഏതാ വരുന്നത്? 4s2. ആ 4s2 നമ്മൾ അതിന് പകരം ആർഗണിന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് വരുന്ന സബ്ഷെൽ എഴുതി കൊടുത്തു. അതിൽ നമ്മുടെ ഇലക്ട്രോണിനെയും ഫിൽ ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് നോബിൾ ഗ്യാസ് ഉപയോഗിച്ച് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അറ്റോമിക് നമ്പർ കൂടിയ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയാണ് പെട്ടെന്ന് എഴുതാൻ കഴിയുന്നത്. കാരണം മറ്റുള്ള രീതി നമ്മൾ നേരത്തെ പറഞ്ഞ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് ഒരുപാട് എഴുതേണ്ടി ലെങ്തി ആയി പോകുന്നതാണ്. അപ്പൊ അത് കാണുന്നതും ഒരു ഭംഗികേടാണ്. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ് ഇത് നമ്മൾ ഈ ഉത്കൃഷ്ട മൂലകങ്ങൾ ഉപയോഗിച്ച് നോബിൾ ഗ്യാസ് ഉപയോഗിച്ച് ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ ഒരു മൂലകത്തിന്റെ ഉത്കൃഷ്ട വാതകങ്ങൾ ഉപയോഗിച്ചും എഴുതുന്നത്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ് സബ്ഷെൽ? ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് ഷെല്ലുകൾക്കുള്ളിലെ ഊർജ നിലകളായിട്ടുള്ള സബ് ഷെല്ലുകളിലാണ്. നമ്മൾ 4 സബ് ഷെല്ലുകളെ കുറിച്ച് മനസ്സിലാക്കി, SPDF. ഇനി ഇതുപയോഗിച്ച് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് നമ്മൾ മനസ്സിലാക്കി. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു അല്ലെ? 4s 3d. ഇതിൽ ആർക്കാ ഊർജം കുറവ്? അതെ, 4sനായിരുന്നു 3dയേക്കാൾ ഊർജം കുറവ്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് 4sന് ആദ്യം എഴുതി അതിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്തിയതിന് ശേഷം മാത്രമേ തൊട്ടടുത്ത ഷെല്ലായിട്ടുള്ള 3dയിലേക്ക് കടക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ ഉത്കൃഷ്ട മൂലകങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതിയും മനസ്സിലാക്കി. അപ്പോൾ വളരെ സിമ്പിൾ ആണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.